السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ ഒരു വേളയിൽ മലബാറിലെ ഇസ്ലാം മാലിക് ദീനാർ മുതൽ നൂറുൽ ഉലമ MA ഉസ്താദ് വരെയുള്ള ചരിത്രങ്ങളുടെ അല്പഭാഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ മലബാറിനെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് മാലിക് ബിൻ ദീനാർ. ഒരു മുസ്ലിം പണ്ഡിതനും സഞ്ചാരിയുമായ അദ്ദേഹം കേരളത്തിൽ ഇസ്ലാമിന്റെ വ്യാപനത്തിന് വഴി തുറന്ന പ്രധാന വ്യക്തിയായി കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗത ഐതിഹ്യം അനുസരിച്ച് മാലിക് ദീനാറും സംഘവും അന്നത്തെ കേരളത്തിലെ ഭരണാധികാരിയായ ചേരമാൻ പെരുമാളിന്റെ ക്ഷണപ്രകാരം AD 629 കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയും അവിടെ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. ഈ പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. മാലിക് ദീനാറും കൂട്ടരും ചേർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ നിർമ്മിച്ചതായി ചരിത്രപരമായ രേഖകൾ പറയുന്നു. ഈ പള്ളികളുടെ എണ്ണം പല അഭിപ്രായങ്ങളുമുണ്ട്. 9 7 ചിലർ 9 പറഞ്ഞിട്ടുണ്ട്. അവർ രേഖപ്പെടുത്തുന്നത് കാസർഗോഡിലെ തളങ്കര മാലിക് ദീനാർ പള്ളി, അതുപോലെ കൊല്ലം, മാടായി, ബാർക്കൂർ, മംഗലാപുരം, കണ്ണൂർ, ധർമ്മടം, പന്തലായിനി, ചാലിയം എന്നിവിടങ്ങളൊക്കെ ഇവർ പള്ളികൾ സ്ഥാപിച്ചു. ഇതിൽ പ്രധാനപ്പെട്ടത് കാസർഗോഡിലെ മാലിക് ദീനാർ ജുമാ മസ്ജിദ് തന്നെയാണ്. ഇത് ഇന്ത്യയിലെ 2ാമത്തെ പഴക്കമുള്ള പള്ളിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മകൻ മാലിക് ബിൻ മുഹമ്മദിന്റെ ഖബറിടം ഇവിടെ കാസർഗോഡിൽ സ്ഥിതി ചെയ്യുന്നു. മാലിക് ദീനാർ തളങ്കരയിൽ വെച്ച് മരണപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ ഖബറിടം ഈ പള്ളിയിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മാലിക് ദീനാറിന്റെ കാലഘട്ടത്തിൽ സമാധാനപരമായ സഹവർത്തിത്വത്തിലൂടെ വളർന്നു വന്ന മലബാറിലെ ഇസ്ലാമിക സമൂഹം 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെ പുതിയൊരു വെല്ലുവിളി നേരിട്ടു. ലോകവ്യാപാരത്തിന്റെ കുത്തക ലക്ഷ്യമിട്ട് എത്തിയ പോർച്ചുഗീസുകാർ മലബാറിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യാപാര ബന്ധങ്ങളെ തകർക്കാൻ തുടങ്ങി. ഇതിനെ ചെറുക്കാൻ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ അഡ്മിറൽമാരായ പുന്നാലിമരക്കാർ മുന്നിട്ടിറങ്ങി. അറബി വ്യാപാരികളുടെ പിൻഗാമികളായ ഇവർ കൊച്ചിയിൽ സ്ഥിരതാമസക്കാരായിരുന്നു. മലക്കാർമാരുടെ പോരാട്ടം കേവലം ഒരു മതപരമായ യുദ്ധമായിരുന്നില്ല. അത് പോർച്ചുഗീസുകാർ തകർക്കാൻ ശ്രമിച്ച മലബാറിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ, കച്ചവട കുത്തകയുടെയും സംരക്ഷണത്തിനായുള്ള പോരാട്ടമായിരുന്നു. മലബാർ മുസ്ലിംകളുടെ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ സ്വാധീനവും ഈ പ്രതിരോധത്തിൽ വ്യക്തമായിരുന്നു. 4 പ്രമുഖരായ മലക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നയിച്ചു. ഇന്ത്യൻ തീരത്ത് ആദ്യമായി ഒരു നാവിക പ്രതിരോധം തീർത്തത് ഇവരായിരുന്നു. എന്നാൽ നിരന്തരമായ യുദ്ധം സാമൂതിരിയുടെ സാമ്പത്തിക നില തകർക്കുകയും പോർച്ചുഗീസുകാരുമായി സന്ധി ചെയ്യാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുകയും ചെയ്തു. ഇത് മരക്കാരുടെ ഒറ്റപ്പെടലിന് കാരണമായി. ഒടുവിൽ സാമൂതിരിയുമായി
തെറ്റിപ്പിരിഞ്ഞ 4-ാം കുഞ്ഞാലി മരക്കാറെ സാമൂതിരി പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കി ഒറ്റിക്കൊടുത്തു. ഗോവയിൽ വെച്ച് അതിക്രൂരമായി വധിക്കപ്പെട്ട കുഞ്ഞാലി മരക്കാരുടെ അന്ത്യം ഒരു വ്യക്തിയുടെ പരാജയമായിരുന്നില്ല, മറിച്ച് ഒരു ചരിത്രത്തിന്റെ അന്ത്യമായിരുന്നു. പ്രാദേശിക ഭരണാധികാരികളെ വിദേശ ശക്തികൾ സ്വാധീനിക്കുന്നതിന്റെ ആദ്യ സൂചനകൾ കൂടിയാണ് ഇത്. ഈ സംഭവം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ചരിത്രഘട്ടം മലബാറിലെ മുസ്ലിം സമൂഹം സാമ്പത്തികമായി ശക്തരും പ്രാദേശിക ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുകയുമായിരുന്നു എന്ന് കാണിക്കുന്നു. മലക്കാർമാരുടെ പോരാട്ടം ഒരു വ്യക്തിപരമായ ധീരതയുടെ കഥ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിനായുള്ള സങ്കീർണമായ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നീട് ഒരുപാട് കലാപങ്ങളിലൂടെ കേരളം കടന്നുപോയി. 1921 മലബാർ കലാപത്തിന് ശേഷം മലബാർ മുസ്ലിം സമൂഹം കടുത്ത അരക്ഷിതാവസ്ഥയിലും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ബ്രിട്ടീഷ് അടിച്ചമർത്തൽ നയങ്ങൾ ഈ ദുരവസ്ഥ വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ സമൂഹത്തെ നവീകരിക്കാനും പുരോഗതിയിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ട് നിരവധി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 1922 രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യസംഘം ഇതിൽപ്പെട്ടതാണ്. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പരമ്പരാഗത ദർസ്, ഓത്തുപള്ളി, ആധുനിക വിഷയങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വിദ്യാഭ്യാസത്തെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ സഹായിച്ചു. അതേസമയം ഈ നവോത്ഥാന ആശയങ്ങളോട് പരമ്പരാഗത പണ്ഡിതന്മാരുടെ ഒരു വിഭാഗം പ്രതികരിച്ചു. നവീകരണവാദികളുടെ ചില ആശയങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോന്ന പാരമ്പര്യ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധമാണെന്ന് അവർ വാദിച്ചു. തങ്ങളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഒരു വ്യവസ്ഥാപിതമായ പണ്ഡിത നേതൃത്വം രൂപീകരിച്ചു. 1926 അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. മലബാറിലെ മുസ്ലിം നവോത്ഥാനം കേവലം ഒരു ബാഹ്യ സ്വാധീനത്തിന്റെ ഫലമായിരുന്നില്ല, പാരമ്പര്യവാദികളും നവീകരണവാദികളും തമ്മിലുള്ള ശക്തമായ ആന്തരിക സംവാദങ്ങളുടെ ഫലമായിരുന്നു. അത് ഈ വ്യവസ്ഥാപിതവും സംഘടിതവുമായി പ്രേരിപ്പിച്ചു. അതുകൊണ്ട് മലബാറിലെ ഇസ്ലാമിക നവോത്ഥാനത്തെ ഒരു ഏകീകൃത പ്രസ്ഥാനമായി കാണുന്നത് തെറ്റാണ്. ഇത് പരസ്പരം മത്സരിക്കുന്നതും എന്നാൽ വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ വളർച്ചയിൽ ഒരുപോലെ സംഭാവന നൽകിയതുമായ വിവിധ ധാരകളുടെ സങ്കീർണമായ ഒരു ഭൂമികയാണ്. ഇത് മലബാർ മുസ്ലിംകളുടെ ഭൗതികമായ ഊർജ്ജസ്വലതയുടെ സൂചനയാണ്. മലബാറിലെ ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിത്വമാണ് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. പണ്ഡിതന്റെ കർത്തവ്യവും ധർമ്മവും എങ്ങനെയായിരിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായും അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ സ്ഥാനങ്ങളിൽ ഇരുന്ന് അദ്ദേഹം മതവിദ്യാഭ്യാസത്തിന് ചിട്ടയായ ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് വടക്കൻ കേരളത്തിലെ വലിയ സ്ഥാപനമായ ജാമിയ സഅദിയ അറബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന വ്യവസായിയാണ് 1971 ഈ സ്ഥാപനം സ്ഥാപിച്ചതെങ്കിലും മഹാനായ ശൈഖുന MA ഉസ്താദിന്റെ
ചലനാത്മകമായ നേതൃത്വം 1979 മുതൽ സഅദിയെ ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റി. സമയപരിമിതി കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.